ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ പരിപ്പ് കറിയുടെ റെസിപ്പി ആട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിത് കുക്കറിലേക്ക് ഒരു കപ്പ് ചുവന്ന പരിപ്പും ഒരു കപ്പ് ചെറുപ്പയർ പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് വരുന്ന സവാള, 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 വിസിലടിച്ചിട്ട് ഇത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട വറവ് തയ്യാറാക്കാം. ഞാനിത് ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിടി ചെറിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 1/4 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് ഒന്ന് ബ്രൗൺ കളറോ നല്ല ബ്രൗൺ ആവേണ്ട, ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പരിപ്പ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഒന്ന് തിളച്ച് വരുമ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്